രാജ്യതലസ്ഥാനത്ത് പ്രതിപക്ഷ പാർട്ടി എംപിമാരുടെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചാണ് തുടങ്ങുന്നത്. പാർലമെന്റ് പരിസരത്തു നിന്നും 300ഓളം പ്രതിപക്ഷ എംപിമാർ പങ്കെടുക്കുന്ന മാർച്ചാണ് തുടങ്ങുന്നത്. പാർലമെന്റ് പരിസരത്തിൽ വലിയ സുരക്ഷാ കവചം കിട്ടിയിരിക്കുന്നു. പ്രതിഷേധ മാർച്ച് തുടങ്ങിയാണ്. പിയാസുനിലുണ്ട് സുനിൽ. പ്രതിഷേധ മാർച്ച് തുടങ്ങിയാണല്ലോ. ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ 600 മീറ്റർ അകലെ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ്. അവിടേക്ക് പ്രതിഷേധ മാർച്ച് തുടങ്ങുമ്പോൾ ആരൊക്കെയാണ് മുൻനിരയിൽ? സ്മൃതി, രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്പസമയത്തിനകം ഈ മാർച്ച് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പാർലമെന്റ് വളപ്പിലെ ട്രാൻസ്പോർട്ട് ഭവന് സമീപത്തുള്ള ഗേറ്റിലൂടെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ, ഇന്ത്യ സഖ്യം അംഗങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് കാൽനടയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോകാനാണ് തീരുമാനം. 300-ലധികം എംപിമാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ നീക്കം. ഏതായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിലും ഇതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാകെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ, സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള തെളിവുകളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് നൽകിയിരിക്കുന്ന മറുപടി എന്നത് 30 അംഗങ്ങളെ കാണാം എന്നതാണ്. ഇപ്പോൾ അതിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാ പ്രതിപക്ഷ അംഗങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണം എന്നതാണ് നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് കത്ത് നൽകിയത് എന്ന് ഇപ്പോൾ ജയറാം രമേശിന്റെ മറുപടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അംഗങ്ങൾ ഇപ്പോൾ പാർലമെന്റിനെ പുറത്തേക്ക് നീങ്ങുന്നതാണ് വരുന്ന ദൃശ്യം. ഇപ്പോൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ് പാർലമെന്റ് കവാടത്തിൽ അണിനിരന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റ് കവാടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നീങ്ങുന്ന വഴിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, പോലീസ് ബാരിക്കേഡ് വെച്ച് ഇവിടെ ഈ ഒരു മാർച്ച് തടയാനുള്ള ശ്രമം നടത്തുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെ മാർച്ച് പാർലമെന്റിനുള്ളിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ മാർച്ച് പാർലമെന്റ് സ്ട്രീറ്റ് റോഡിലേക്ക് ഇറങ്ങും. പാർലമെന്റ് സ്ട്രീറ്റ് റോഡിലൂടെ മുന്നോട്ട് പോയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോകേണ്ടത്. എഴുതിയിരിക്കുന്ന പ്ലക്കാർഡുകളും ബാനറുകളുമായിട്ടാണ് പ്രതിഷേധ മാർച്ച് തുടങ്ങാനിരിക്കുന്നത്. പ്രതിഷേധ കടലിരമ്പുകയാണ് രാജ്യ തലസ്ഥാനത്ത്. 2 ഭാഗത്തും സുരക്ഷാ കവചം സൃഷ്ടിച്ചിരിക്കുന്നു. പോലീസുകാരുടെ വലിയ നിര അവിടെ കാണാം. പക്ഷേ മാർച്ച് നടക്കും. 300-ലധികം എംപിമാർ പങ്കെടുക്കുന്നു പ്രതിപക്ഷത്തു നിന്നും. വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഇന്ത്യ മുന്നണി ഒരുമിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാരെ അടക്കം മുൻനിരയിൽ കാണാം. എന്തൊക്കെയാണ് ഈ ബാനറുകളിൽ എഴുതിയിരിക്കുന്നത് സുനിൽ? സ്മൃതി, പ്രധാനമായും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാണ് പ്രധാന ആയുധമാക്കുന്നത് പ്രതിപക്ഷം. അതുതന്നെയാണ് പ്ലക്കാർഡുകളിൽ നിറച്ചിരിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 45 ലക്ഷത്തിലധികം ആളുകളെ ഒഴിവാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പുനഃപരിശോധിക്കണം, അത് അംഗീകരിക്കാനാകില്ല എന്ന് ഇപ്പോൾ ഈ പ്ലക്കാർഡുകളിലൂടെയൊക്കെ തന്നെ മുദ്രാവാക്യമായി പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഏതായാലും ആ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇതുവരെ ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ നിന്നുള്ള ഈ വോട്ട് തട്ടിപ്പിന്റെയൊക്കെ തന്നെ, വോട്ട് കൊള്ളയുടെ, വോട്ട് ചോരിയുടെ ഒക്കെ തന്നെ വിവരങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഈ വിഷയം വലിയ സംശയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്ലക്കാർഡുകളിലൂടെ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകണം, ആ വിഷയത്തിലെടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിക്കണം എന്നത് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കിയുള്ള ഒരു നീക്കം
BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഏതായാലും അത് ഗൗരവമായ ആരോപണമാണ്. അതേസമയം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. നടക്കുകയാണ്. പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുന്നു. പാർലമെന്റിന് മുന്നിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചാണ്. ആദ്യം 5 MP-മാരെ മാത്രം കാണുമെന്ന് പറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 30 MP-മാരെ കാണാൻ അനുമതി നൽകിയിരിക്കുന്നു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാഹുൽ സത്യവാങ്മൂലം നൽകണം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രണ്ടാമത്തെ നോട്ടീസിലും അതായിരുന്നു ആവശ്യം. ഉന്നയിക്കപ്പെട്ട ഒരാരോപണം തെറ്റാണെന്ന് പറഞ്ഞത് ആരോപണം വിധേയയായ വോട്ടറുടെ വാചകം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അന്വേഷണം നടക്കേണ്ടതെന്ന ചോദ്യം ഉയരുകയാണ്. വേണമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കട്ടെ എന്ന വെല്ലുവിളിയാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. അത്രമാത്രം ആത്മവിശ്വാസം ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ട്. അത്രമാത്രം തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ള കാര്യം നേതാക്കൾ വ്യക്തമാക്കുന്നു. പ്രതിഷേധക്കടൽ ഇരമ്പി തുടങ്ങിയിരിക്കുന്നു രാജ്യ തലസ്ഥാനത്ത്. പാർലമെന്റിന് മുന്നിൽ MP-മാരുടെ നിരയാണ് കാണുന്നത്. ബാനറുകളും പ്ലക്കാർഡുകളുമായി രാഹുൽ ഗാന്ധി മുൻനിരയിൽ മാർച്ച് തുടങ്ങുകയാണ്. സുനിൽ മാർച്ച് നടന്നെടുക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണോ ഈ പ്രതിഷേധ മാർച്ച് മുന്നേറുന്നത്? മുൻനിരയിൽ തന്നെ രാഹുൽ ഗാന്ധിയെയും ശരത് പവാറിനെയും ഒക്കെ കാണുന്നു. തീർച്ചയായും പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ മുൻനിരയിലുണ്ട്. രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, അതുപോലെ തന്നെ NCP നേതാവ് ശരത് പവാർ, DMK നേതാവ് തിരുച്ചി ശിവ തുടങ്ങി ഈ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഒക്കെ തന്നെ ഇപ്പോൾ ഈ മാർച്ചിന്റെ മുന്നിൽ തന്നെ നമുക്ക് കാണാം. മല്ലികാർജുൻ ഖാർഗെയെ കാണാം. അങ്ങനെ എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മുൻനിരയിൽ അണിനിരന്നുകൊണ്ട് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ നിന്ന് ഇപ്പോൾ ഈ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക്, ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനകം പാർലമെന്റിന്റെ ഈ മതിൽക്കെട്ട് കടന്ന് ഈ മാർച്ച് പുറത്തേക്ക് വരും. പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങും. ട്രാൻസ്പോർട്ട് ഭവൻ ഗേറ്റ് വഴിയാണ് പാർലമെന്റിനുള്ളിൽ നിന്ന് മാർച്ച് പുറത്തേക്ക് വരുന്നത്. പിന്നീട് പാർലമെന്റ് സ്ട്രീറ്റിലൂടെ നീങ്ങി അശോക റോഡിലേക്ക് കയറി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തും. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് 30 പ്രതിപക്ഷാംഗങ്ങളെ കാണാം എന്നതാണ്. അതേസമയം അത് കോൺഗ്രസ് തള്ളിയിട്ടുണ്ട്. എല്ലാ പ്രതിപക്ഷാംഗങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ വിഷയം ഉന്നയിക്കും എന്നിപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 30 അംഗങ്ങൾ എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് തള്ളിയിരിക്കുന്നു. ഇപ്പോൾ സ്മൃതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങളുടെ മാർച്ച് പാർലമെന്റ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്.